ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് കൊരട്ടിപ്പെരുന്നാളിന് പോയാലോ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിനി വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ അക്കുവൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് പോവാൻ. എനിക്ക് ഈ പെരുന്നാളിന് പോയപ്പോൾ എന്തൊരു ഇഷ്ടമായിരുന്നു. ഞാൻ നേരത്തെ കഴിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അതില്ലേ ഞാൻ കുറേ നാളായി ഞാൻ കൊരട്ടിപ്പെരുന്നാളിന് പോയിട്ട്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണിത്. വളരെ എന്താ പറയുക, നല്ലൊരു വൈബുള്ളൊരു പ്ലേസിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. നല്ല തണലുണ്ടായി, അത്യാവശ്യം എന്നാൽ വെയിലുണ്ടായി, നല്ലൊരു പ്രകൃതി രമണീയമായ വഴിയിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ എത്തി നമ്മൾ അവിടെ ചെന്ന് മറ്റേ അടിമയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. ഞങ്ങളിത് അവിടെ നിന്ന് സെൽഫൊക്കെ എടുത്തു. അവിടെ നല്ല ക്യൂ ആയതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ, നമ്മുടെ ഐതിഹ്യം കഥകളൊക്കെ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ അങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാവും. അപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പള്ളിയുടെ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി നമുക്ക് അറിയുള്ളൂ. നമ്മൾ കാലത്തോട്ട് ഒരു ഉച്ചവരെ പോയ സമയമായതുകൊണ്ട് നമുക്ക് അത്ര ഒരു സംഭവം കാണാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് ഈ പള്ളിയുടെ ഐതിഹ്യം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ പൂവങ്കുല ചരിത്രം എന്ന് പറഞ്ഞത്. പൂവങ്കുല നേർച്ചയുമ്പോൾ ഒരു ഭക്തൻ മേലൂരിൽ നിന്നും കൊരട്ടിയിലേക്ക് വരുന്നു. ഒരു ധനാഢ്യൻ 2 പൂവൻപഴം ആവശ്യപ്പെട്ടു. മുത്തിക്കുള്ള കാഴ്ച ചെയ്തുകൊണ്ട് കൊടുത്തില്ല. നിർബന്ധമായി പഴം എടുത്തു തിന്നു. വയറുവേദനയും തുടങ്ങി. ചികിത്സ പലതും നടന്നിട്ടും ഫലമുണ്ടായില്ല. താൻ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ പകുതി മുത്തിക്ക് ദാനമായി നൽകി. അസുഖം മാറി. കൂടാതെ സ്വർണം കൊണ്ടുള്ള പൂവങ്കുലയും നേർച്ചയർപ്പിച്ചു. അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ പൂവങ്കുല ചരിത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പൂവങ്കുല നേർച്ചയായിട്ട് വാങ്ങുന്നു. പായസ നേർച്ച, വെളിച്ചെണ്ണ നേർച്ച, അങ്ങനെ പല വിധത്തിലുള്ള നേർച്ച സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഓരോ രൂപങ്ങളിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുക, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ രൂപങ്ങളും സംഭവങ്ങളൊക്കെ. പിന്നെ അവിടെ നമുക്ക് നേർച്ച കിട്ടും. ഞാൻ ഈ നേർച്ച എടുത്തു. എനിക്ക് പൊരി നേർച്ച ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കാണാം. അങ്ങനെ ഓരോരോ രഹസ്യത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ പോലെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല നട്ടാപ്ര വെയിലത്താണ് ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ എത്തിയത് നല്ല ചൂടുണ്ടായിരുന്നു. എന്താ പറയുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ നേർച്ച പോലെ പൈസകൾ ഇട്ടിട്ടുണ്ട്, ഓരോരോ നാണയങ്ങൾ പോലെ. നല്ല ചൂടായാൽ നമുക്ക് അധികം സമയം അതിൻ്റെ ഉള്ളിൽ നിൽക്കാം. ഒരു വൈകുന്നേരം സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ല പോലെ കണ്ടിട്ട് വരാം. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയാലും മഴയത്തും വെയിലും ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇതൊക്കെയാണ് കൊരട്ടിപ്പള്ളിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. എനിക്ക് വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫുൾ ഫോട്ടോസ് വെച്ചാണ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഫോൺ വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുണ്ടല്ലോ. പിന്നെ അവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ പള്ളിയുടെ പുറം ഭാഗത്ത് തന്നെ കൊന്തകളൊക്കെ വിൽക്കണ സ്ഥലമുണ്ട്. എനിക്ക് വളരെ റേറ്റ് കുറവായിട്ട് തോന്നി. 30, 35, 40 റേറ്റൊക്കെയുള്ള കൊന്തകൾക്കൊക്കെ. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ പെരുന്നാളിന് പോയി നമ്മുടെ ഇങ്ങനത്തെ ഒരു ഉൾഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലുക. അവിടെ നിന്ന് കുറേ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച്, ബിരിയാണിയൊക്കെ കഴിച്ച്, ചോക്കോബാറൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.